എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പ്രധാന കാര്യമാണ്. എന്തെന്നാൽ എല്ലാവരുടെയും സംശയമാണ്, ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ വീട് വയ്ക്കുവാൻ സാധ്യമാകുമോ? ക്ഷേത്ര പരിസരങ്ങളിൽ വീട് വെക്കുന്നതുകൊണ്ട് മറ്റു വല്ല ദോഷങ്ങളുണ്ടോ? അതോ അവിടെ നിന്ന് മാറി താമസിക്കണമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന് ഒരു മറുപടി പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒന്നാമതായിട്ട്, ക്ഷേത്ര പരിസരത്ത് താമസിക്കും ദേവന് പുറംതിരിഞ്ഞിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലാകുന്നുണ്ടാവുമല്ലോ. ദേവന്, ക്ഷേത്രത്തിലെ ദേവൻ, ദേവി, ദേവതയ്ക്ക് പുറംതിരിഞ്ഞ് വീട് വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്ത് വീട് വയ്ക്കുമ്പോൾ ഓരോ ദർശനത്തിനും എങ്ങനെയൊക്കെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ വീട് വെക്കാമെന്നുള്ളതാണ് അറിയേണ്ടത്. ഓരോ ദേവനും പ്രത്യേകതരമായിട്ടാണ് ശാസ്ത്രം വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു പൃഷ്ഠേജവാമേ നരഭവനം അനർത്ഥപ്രദം എന്നാ പറയുക. വിഷ്ണു തുടങ്ങിയ ശാന്തമൂർത്തികളുടെ ക്ഷേത്രങ്ങളുടെ പൃഷ്ഠഭാഗത്തും പുറകുഭാഗത്തും വാമേ ഇടത്ത് ഭാഗത്തും നരഭവനം അനർത്ഥപ്രദം. മനുഷ്യാലയം അല്ല, വീടുകൾ വയ്ക്കുന്നത് അനർത്ഥങ്ങളെ ഉണ്ടാക്കുമെന്നാണ്. ശാന്തമൂർത്തികളുടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉഗ്രദേവതയുടെ അല്ല, ശാന്തമൂർത്തികളുടെ പുറകുഭാഗവും ഇടത്ത് ഭാഗവും വീട് വെച്ച് താമസിക്കുന്നത് ഉത്തമമല്ല. എങ്ങനെയാണ് നമുക്ക് മുൻവശവും പുറകുഭാഗവും ഇടത്ത് ഭാഗമൊക്കെ അറിയാമെന്ന് വെച്ചാൽ, ഈശ്വരൻ്റെ ദർശനം നോക്കുക, ഏത് ദിക്കിലേക്കാണ് നോക്കുക, ആ ദിക്കിൽ അവർ നോക്കുമ്പോൾ അവരുടെ ആ ഈശ്വരനെ ഒരു വ്യക്തിയെ കണ്ടോളൂ. അതിൻ്റെ ഇടത്തും പുറകിലും ഭവനം അനർത്ഥപ്രദമാണ്. വിഷ്ണു പൃഷ്ഠേജ വാമേ നരഭവനം അനർത്ഥപ്രദം ദക്ഷിണേജ പഗ്രേ ഭാഗേജ കാളീ നരഹരി ശിവതദ്ഭിന്ന സർവോഗ്രമൂർത്തേ. അങ്ങനെ ശാസ്ത്രം പറയാണ്. അപ്പം പിന്നെ പറയണ ഉഗ്രമൂർത്തികൾ ശിവനും കാളിയും, ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ ദേവതകളെയും സാധാരണ ഉഗ്രമൂർത്തികൾ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ശിവന്, കാളി, അങ്ങനെ പോകുന്ന എല്ലാ സുബ്രഹ്മണ്യനെയൊക്കെ അങ്ങനെ തന്നെ വേണമെങ്കിൽ എടുക്കാം, ശാന്തമൂർത്തിയായിട്ട് എടുക്കണ്ട. അപ്പോൾ അവരെല്ലാം ഉഗ്രമൂർത്തി ആ ഗണത്തിൽപ്പെടുത്തി നമുക്ക് എടുത്താൽ അവരുടെ മുൻവശത്തും വലത്ത് ഭാഗത്തും നരഭവനം പാടില്ല എന്നാണ് പറയുന്നത്. ദക്ഷിണേജ അഗ്രേ ഭാഗേജ കാളി നരഹരി ശിവതദ്ഭിന്ന സർവോഗ്രമൂർത്തേ ആര്യോ നിമ്നസ്ഥലസ്ഥോ യതി മനുജഗൃഹം ദുച്ഛത്തം നേഷ്ടമിഷ്ടം നികടമപിത അന്യത്ര തത്പാദഭാജാം. അത് ശാസ്ത്രം പറയുന്ന ഒരു രീതിയാണ്. വളരെ വ്യക്തതയോടെ നമ്മൾ അറിയേണ്ട ഒരു സംഗതിയാണത്. കാര്യം വിഷ്ണു മുതലായ ദേവതകളുടെ ശാന്തമൂർത്തികളുടെ ഇടത്ത് ഭാഗത്തും പുറകിലും വീട് വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ഉഗ്രമൂർത്തികളുടെയും മുൻവശത്തും വലത്തുഭാഗത്തും വീട് വെക്കാൻ പാടില്ല. ഇനിയും അഥവാ അവിടെ വീട് വെക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ തന്ത്രികളോ മേൽശാന്തിയോ അമ്പലവാസികൾ, ആ ക്ഷേത്രത്തിലെ വേല ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ഭഗവാന്റെ പാദഭാജാം, ഭഗവാന്റെ പാദങ്ങളെ ഭജിച്ചുകൊണ്ട് അവിടെ ജീവിക്കുന്നവർക്ക് മാത്രം അവിടെയൊക്കെ വീട് വയ്ക്കാം. കാര്യം അവർ ജീവിക്കുന്നതിന് ചില ചിട്ടാവട്ടങ്ങളുണ്ടാവും. അല്ല ചുമ്മാതെ എങ്ങനെയും നമ്മൾ തോന്നിയ പോലെ ജീവിക്കത്തില്ല. അല്ലാത്തവർ കഴിവതും ക്ഷേത്ര പരിസരത്ത് നിന്ന് ദൂരെ മാറി താമസിക്കുന്നതാണ് ഉത്തമം. നേരെ മറിച്ച് ആ പാദങ്ങളിൽ ശരണം പ്രാപിച്ചുകൊണ്ട് എപ്പോഴും ആ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് താമസിക്കാം. അല്ലാത്തവർ അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തുന്നതായിരിക്കും ക്ഷേത്ര പരിസരത്തുള്ള താമസം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ. അത് വളരെ ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആൾക്കാർക്ക് അത് ഗുണകരമായി വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നന്ദി, നമസ്കാരം.